ഒരുപാട് ദിവസമായിട്ട് ഇതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ADGPയുടെ ഒരു മാറ്റം, അദ്ദേഹത്തിന്റെ ഇതിലിപ്പോ CPI ഈ മാറ്റത്തിൽ എന്താണ് CPIയുടെ ഒരു പ്രതികരണം? നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു നടപടി ഇക്കാര്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ദുരൂഹമായ കാരണങ്ങളാൽ പ്രമുഖരായ 2 RSS നേതാക്കന്മാരെ കണ്ട കാര്യം ശ്രദ്ധയിൽപ്പെട്ട ആ നിമിഷം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്ന കാര്യമാണത്. ആ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നും ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം. ആ ആവശ്യം ഇന്നിപ്പോൾ നിറവേറ്റപ്പെട്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നത് LDF ഗവൺമെൻറ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഇടതുപക്ഷ മുന്നേറ്റത്തിൻ്റെയും പാതയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന LDF ഗവൺമെൻറ് ആ ദിശയിൽ കൈക്കൊണ്ട ഉചിതമായ ശരിയായ നടപടിയാണ് ഇതെന്നാണ് പാർട്ടി അതിനെ സർവാത്മന സ്വാഗതം ചെയ്യും. ഇതിനകത്ത് ഇത്രയും വൈകിയപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യം, ഒരിക്കൽ നിലപാട് പറഞ്ഞു, ആ നിലപാട് നടപ്പിലാക്കുമെന്നതാണ്. പക്ഷേ ഇത് ഒരു പൊളിറ്റിക്കലി നേരത്തെ എടുക്കുന്ന ഡിസിഷൻ ആയിരുന്നു, വ്യാപകമായി ചർച്ച വരുന്നുണ്ട്. വൈകിയെന്ന് തോന്നൽ CPIക്ക് ഉണ്ടോ? അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ. CPIക്ക് ഈ ഘട്ടത്തിൽ ഇതേപ്പറ്റി എന്താണോ പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് പറയേണ്ട കാര്യമില്ല. താങ്കൾ രാത്രി ഓഫീസിലെത്തിയത് ഇന്നും നടപടി വന്നില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് CPI പോകുമെന്നൊരു ആലോചന. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ പാർട്ടി സെക്രട്ടറിക്ക് എപ്പോഴും വരാം. ഞാൻ പലപ്പോഴും രാത്രി പോകുന്നു, പണി 11 മണി ആകാറുണ്ട് ചിലപ്പോഴൊക്കെ. വേറൊരു വഴിക്ക് പോയിട്ട് പാസ് ചെയ്തപ്പോഴത്തേക്ക് കയറിയതാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു അർത്ഥമില്ല. പുതിയ കാര്യമല്ല അത്. CPIയുടെ വിജയമായി കരുതുന്നുള്ളൂ. ഇത് CPIയുടെ വിജയം എന്നുള്ള വിജയമില്ല, LDFിൻ്റെ വിജയമാണത്. LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് വ്യത്യസ്തമായ ഇടതുപക്ഷ നയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കടപ്പെട്ട ഗവൺമെൻറ്റായിട്ടാണ്. ആ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ അടിത്തറയുണ്ട്. ആ രാഷ്ട്രീയം ഇന്ത്യയിൽ ഫാസിസ്റ്റ് വിപത്തിൻ്റെ കാർമേഘം പടർത്തുന്ന RSS രാഷ്ട്രീയത്തിൻ്റെ മറുഭാഗത്താണ്, വിപരീത ഭാഗത്താണ്. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റിലെ പ്രധാനപ്പെട്ടൊരു ചുമതലയാണ് ക്രമസമാധാന ചുമതല. ആ ചുമതല വഹിക്കുന്നൊരു ഉദ്യോഗസ്ഥൻ ദുരൂഹമായ സാഹചര്യത്തിൽ കാരണങ്ങളാൽ ഒന്നല്ല 2 വട്ടം 2 RSS നേതാക്കന്മാരെ കണ്ടതായിട്ട് വെളിച്ചത്ത് വരുമ്പോൾ അതേപ്പറ്റി ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഉത്തരം പറയേണ്ട കടമയുണ്ട്. ആ ഉത്തരമാണ് ഇന്നിപ്പോൾ LDF ഗവൺമെൻറ് ശരിയായി പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ സ്വാഗതം ചെയ്യുന്നു, അതിനെ പിന്താങ്ങുന്നു. ഈ RSS നേതാക്കളെ കണ്ടത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ടാണ് CPI നേരത്തെ തന്നെ കാണുന്നത്. ഒരു ചുമതലയിൽ നിന്ന്, ഒരു ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം മാറ്റിയ ഉദ്യോഗസ്ഥനെ ഒരു പൊസിഷനിൽ നിർത്തിയിരിക്കുകയാണ്. അത് മതിയോ? CPI അതാണോ ആവശ്യപ്പെടുന്നത്? അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോട്ട് നൗ, വി ക്യാൻ ഡിസ്കസ് ഇറ്റ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. ഇപ്പോൾ വിഷയം പ്രസക്തമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ട കാര്യം ഇതാണ്. ആവശ്യം പൂർണ്ണമായും സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു, നടപ്പിലാക്കിയിരിക്കുന്നു. ഈ വിജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് പാർട്ടിയുടെ മാത്രം വിജയമായിട്ടല്ല, ഈ വിജയം LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമായിട്ടാണ്. ഈ വിജയം LDF സ്നേഹിക്കുന്ന എല്ലാവരുടെയും വിജയമായിട്ടാണ്. ഈ വിജയം എല്ലാ LDF ബന്ധുക്കളെയും സന്തോഷിപ്പിക്കുന്നുണ്ട്. ആ സന്തോഷം CPI പങ്കിടുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആ ചോദ്യങ്ങളൊന്നും ഇപ്പോൾ റിലവൻ്റ് അല്ല. ഇതിനകത്ത് മാധ്യമങ്ങളെല്ലാം കാണിച്ച അമിതമായ ഒരു താല്പര്യവും സ്നേഹമൊക്കെ ഉണ്ട്. ഒത്തിരി അമിതമായി ഇപ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങളുടെയൊക്കെ താല്പര്യം. അല്ല, നിങ്ങളുടെ ഒരു LDFൽ ഒരു CPI ഒരു ആവശ്യം പറയുന്നു, അത് നടക്കുന്നില്ല, പുറത്തേക്ക് നിങ്ങൾ വളരെ ദുഃഖിതരായിട്ട് ഇറങ്ങി വരുന്ന അവസ്ഥ ഉണ്ടാകും. ഇല്ലില്ല, ദുഃഖിതരായിട്ടില്ല. ഞങ്ങളെപ്പോഴും ഇതുപോലെ തന്നെയാണ്. വി ആർ ഓൾവേസ് പ്ലസന്റ്. പക്ഷേ CPI പരിഗണിക്കുന്നില്ല എന്ന് തോന്നൽ പലപ്പോഴും ആദ്യഘട്ടത്തിൽ ഉണ്ടായി. ഇപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞുകളാ, പരിഗണിച്ചു എന്ന് പറഞ്ഞുകളാ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പരിഗണിച്ചു, നിങ്ങൾ പറയാത്, അത് പറയത്. അല്ലല്ല, രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പില്ല. സംഭവ വികാസങ്ങൾ വികസിക്കും, രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാറി മാറി വരും. അതുകൊണ്ട് ദർ ഇസ് നോ ഫുൾ സ്റ്റോപ്പ് ഇൻ പൊളിറ്റിക്സ്. ഈ ഉദ്യോഗസ്ഥന്റെ കാര്യത്തിലും ഫുൾ സ്റ്റോപ്പ് ആയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെന്നല്ല, ഇതിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഞാൻ പൊതുവെ പറയുകയാണ്, രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക സംഭവത്തിലെ പ്രത്യേക തീരുമാനത്തോടു കൂടി എല്ലാത്തിൻ്റെ അന്ത്യമായി ആരും ചിന്തിക്കേണ്ടതില്ല. ഒരു പാർട്ടി ചെലവില് ഇങ്ങനെ ഈ ഒരു കൂടിക്കാഴ്ച പറ്റില്ല എന്നും ഇത്തരം ഒരു ഉദ്യോഗസ്ഥൻ ആ പൊസിഷനിലേ ഇരിക്കാൻ യോഗ്യനല്ല എന്നും CPI പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഈ സ്റ്റേജിൽ ഈ തീരുമാനത്തെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ
ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഇതിനപ്പുറം ഒന്നും പറയാനില്ല.